ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസിക്കൽ ഇക്കോണമിയുടെ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സിസ്റ്റം ഓട്ടോമാറ്റിക് വർക്കിംഗ് ആണ്, അതുപോലെ ഫുൾ എംപ്ലോയ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് എന്നെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ്. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് 2 സെക്ടേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ 2 സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നോമിനൽ സെക്ടറും 2 റിയൽ സെക്ടറും. അപ്പം നോമിനൽ സെക്ടറും റിയൽ സെക്ടറും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് അതിനുണ്ട്. നോമിനൽ വേരിയബിൾസിനെ റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ല. ഓക്കെ, എന്താണ് നോമിനൽ വേരിയബിൾസിന് റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ല. ഇതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ എന്താണ് നോമിനൽ വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് റിയൽ വേരിയബിൾസ് നമുക്ക് നോക്കാം. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സ് ഈസ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ഓക്കെ, എന്താണ് ഡൈക്കോട്ടമി? ഇൻ ദി ലിറ്ററൽ സെൻസ് ഡൈക്കോട്ടമി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് 2 സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് വിത്തൗട്ട് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്. അപ്പം വിത്തൗട്ട് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്, പരസ്പരമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ബന്ധം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ, ബന്ധമില്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. അതിൻ്റെ ലിറ്ററൽ സെൻസിൽ അങ്ങനെയാണ്. ഓക്കെ, സോ നൗ dichotomy for the classical microeconomics, in the context of classical microeconomics, dichotomy means the monetary sector or variables cannot influence the real sector or variables. അപ്പോൾ മോണിറ്ററി സെക്ടറിന് അല്ലെങ്കിൽ മോണിറ്ററി വേരിയബിൾസിന് റിയൽ സെക്ടറിനെയോ അല്ലെങ്കിൽ റിയൽ വേരിയബിൾസിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. Or in other words, there is dichotomization, that means separation of the 2 sectors, the real sector and the monetary sector. Real variables, now we are going to see which are the real variables. The real variables are output, employment, real wage rate, interest rate, okay, interest rate, savings, investment, etc. So all these are what we can say the real variables. Real variables are output, employment, real wage rate, interest rate, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. അപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ ഇതൊക്കെയാണ് റിയൽ വേരിയബിൾസ്. അല്ലെങ്കിലും റിയൽ വേരിയബിൾസ് ഇതൊക്കെയാണ് നമുക്കറിയാം. ഒന്ന് ഏതാണ് ഔട്ട്പുട്ട്, രണ്ടാമത്തെ ഏതാണ് എംപ്ലോയ്മെൻറ്റ്, പിന്നെ അടുത്തതാണ് റിയൽ വേജ് റേറ്റ്. റിയൽ വേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് W/P. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ 6 രേഖപ്പെടുത്തും. പിന്നെ അതുപോലെ സേവിങ്സ്, പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാമാണ് റിയൽ വേരിയബിൾസ്. ഇനി അതുപോലെ നോമിനൽ അല്ലെങ്കിൽ മോണിറ്ററി വേരിയബിൾസ് ഏതാണ്? മണി സപ്ലൈ, MS, നമ്മൾ MS എന്നൊക്കെ പറഞ്ഞാൽ മണി സപ്ലൈ. ദെൻ പ്രൈസ് ലെവൽ, P. ഓക്കെ, ദെൻ so these are the important monetary variables. And classical economists have tailored the theory as real theory. അപ്പോൾ നമ്മൾ റിയൽ തിയറി എന്താണ്? ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാണും. ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ സേവിങ്സ് ഈസ് റിയൽ ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് വാട്ട് വി ക്യാൻ സേ ത്രിഫ്റ്റ് ഓഫ് ദി പീപ്പിൾ. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുത്തിലൂടെയാണ് നമ്മൾ പൈസ സൂക്ഷിച്ചു വെക്കുന്നത്. അതുപോലെ അല്ലെങ്കിൽ സേവിങ് ഈസ് റിവാർഡ് ഫോർ പാർട്ടിങ് അവേ ഫ്രം കറണ്ട് കൺസംഷൻ. ഇപ്പോഴത്തെ കൺസംഷൻ നമ്മൾ മാറ്റി വെച്ചിട്ട് കൺസംഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പകരം നമ്മൾ സേവ് ചെയ്യാണ്. അതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് സേവിങ്സ് റിയലാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ക്ലാസ്സിൽ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഭയങ്കര പ്രൊഡക്റ്റീവാണ്, ക്യാപിറ്റൽ ഈസ് പ്രൊഡക്റ്റീവ് ആൻഡ് യു നോ ദാറ്റ് ഓൾസോ ഈസ് റിയൽ. ആൻഡ് യു നോ ദി ഫാക്ടേഴ്സ് ദാറ്റ് ബ്രിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ്. Okay, so the factor that brings equality between savings and investment, that is rate of interest, that also is real. So in this context, the classical theory can be described as can be described. delete ചെയ്യാൻ ലൈക്കൺ എവിടെയെങ്കിലും വന്നിട്ടാണ്. അതെ, ഞാൻ ആദ്യമായിട്ട് വേർഡ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നു. നേരത്തെ PDF ആയിരുന്നു, ഇപ്പം PDF ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, അല്പം കൂടെ സമയം തന്നെ. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പോട്ടെ. ഒന്നുകൂടെ എടുത്തു വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓരോ ഇൻപുട്ടും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് ഞാൻ വേഡ് കൊണ്ട് ക്ലാസ് എടുക്കുന്നത്. ശരിക്കും PDF കൊണ്ട് ക്ലാസ് എടുക്കുന്നത് അത് ഭയങ്കര ഈസിയാണ്. പക്ഷേ വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കത് പിന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് റിയൽ വേരിയബിൾസ്, ഏതൊക്കെയാണ് നോമിനൽ വേരിയബിൾസ്. ആൻഡ് ഫോർ ദം വാട്ട് മാറ്റേഴ്സ് ഇൻ ദി ഇക്കോണമി ആർ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, എക്സെട്ര. ആൻഡ് നോമിനൽ വേരിയബിൾ ലൈക്ക് ചേഞ്ചസ് ഇൻ മണി സപ്ലൈ കനോട്ട് ഇൻഫ്ലുവൻസ് വാട്ട് റിയൽ വേരിയബിൾ. അപ്പോൾ ഒരു
നോമിനൽ വേരിയബിൾ ആയിട്ടുള്ള മണി സപ്ലൈ അതൊരു കാരണവശാലും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, റിയൽ വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെൻറ്റിനെയോ അതുപോലെ വേജ് റേറ്റിനെയോ. ക്ലാസിക്കൽ തിയറിയിൽ വേജ് റേറ്റ് എന്ത് വേജ് റേറ്റാണ്, റിയൽ വേജ് റേറ്റ്, ഇതിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് ഡൈക്കോട്ടമി. ദാറ്റ് മീൻസ് ദർ ഈസ് ക്ലിയർ കട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ റിയൽ വേരിയബിൾസ് and the nominal variables, or in other words the nominal variables cannot influence real variables. The dichotomy can be understood from the classical view about the role of money. ഇപ്പോൾ മണിയുടെ റോളിനെ കുറിച്ച്, ഇപ്പോൾ മണിയെക്കുറിച്ച് ക്ലാസിക്കൽ തിയറി പറഞ്ഞാൽ എന്താണ്, മണി ഈസ് എ വെയിൽ. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ മുഖത്തിന് മുകളിലിടുന്ന ഒരു 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 തുണിയില്ലേ, മൂടുപടമാണ് എന്ത് മണി. മണി ഈസ് എ വെയിൽ ബിഹൈൻഡ് വിച്ച് റിയൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസീൽഡ്. എന്താണ് കൺസീൽഡ്? അപ്പോൾ മണി എന്ന് പറയുന്ന ഒരു വെയിലാണ്. നമ്മുടെ ഇരിക്കുന്ന കറൻസി നോട്ട് എന്ന് പറഞ്ഞാൽ വെറും ഒരു സൂചന മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു ശരിക്കൊരു മറയാണ്. ആ മറ 1000 രൂപയുടെ നോട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമുക്കൊരു ദിവസത്തെ കൂലി 1000 രൂപയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ ഒരു സിംബോളാണ് ഏത്, ഈ 1000 രൂപ. ശരിയല്ലേ? നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡെയിലി വർക്കിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ 1000 രൂപ. ഈ 1000 രൂപ നോട്ട് നമ്മൾ കാണുമ്പോൾ മനസ്സ് വിചാരിക്കണം ഇതെൻ്റെ ഒരു ദിവസത്തെ എന്താണ് ഹാർഡ് വർക്കാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ റിയൽ ഇക്കണോമിക് ആയിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം എത്ര പ്രധാനം. ആ ഒരു ദിവസം എന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ റിയൽ ഇക്കണോമിക് ഫിനോമിനെ മറച്ചു വെക്കുന്ന ഒരു ഫിനോമിനാണ് അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഫാക്ടറാണ് ഇത് 1000 രൂപ നോട്ട്. അപ്പോൾ 1000 രൂപ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ വെയിൽ. അപ്പം അതുപോലെ തന്നെ മണി വെയിലാണ്. ഇറ്റ്സ് എ വെയിൽ ബിഹൈൻഡ് വിച്ച് റിയൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസീൽഡ്. അപ്പം മണി എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, മണിക്ക് പുറകിലുള്ള റിയൽ ആയിട്ടുള്ള കാര്യം എൻ്റെ ഒരു ദിവസത്തെ വർക്ക്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു 1000 രൂപ നോട്ട് കാണുമ്പോൾ അത് നമ്മൾ വിചാരിക്കുക ഒരു 1000 രൂപ നോട്ട് നമ്മൾ കളഞ്ഞു കളയുമ്പോൾ ദൂരത്തായിട്ട് ചിലവാക്കുമ്പോൾ നമ്മളോ മറ്റാരെങ്കിലോ നമുക്ക് വേണ്ടി ചിലവാക്കിയ ഒരു ദിവസമാണ് നമ്മൾ ദൂരത്തായിട്ട് കളയുന്നത്. അപ്പോൾ അത്രമാത്രം റിയൽ ഇക്കണോമിക് ആക്ടിവിറ്റിയെ മറച്ച് കളയുന്ന ഒന്നാണ് ഏത്, 1000 രൂപ നമ്മുടെ കറൻസി. മനസ്സിലായാലോ? 1000 രൂപ ഇല്ലല്ലോ അല്ലേ, 500 2000 രൂപ എടുത്താക്കായിരുന്നു, 2000 രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് മണിയുടെ പ്രത്യേകത. ക്ലാസിക്കൽ തിയറി പറഞ്ഞാൽ മണി ഈസ് എ വെയിൽ ബിഹൈൻഡ് വിച്ച് റിയൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസീൽഡ്. നമ്മൾ 1000 രൂപ നോക്കുമ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ജോലി അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മളങ്ങ് മറന്നു കളയാം. അത്രമാത്രം കൺസീലിംഗ് ആണ് മണി ഈസ് എ വെയിൽ. ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി മീഡിയം എഫിഷ്യൻറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് ഓൺലി വൺ ഫംഗ്ഷൻ. മണിക്ക് ഒത്തിരി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തല്ലേ നേരത്തെ, എന്താണ് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ അല്ലേ? എന്താണ് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് നമ്മൾ മണിക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മണി ഈസ് എ medium of exchange. Money is a unit of coin. Money is a standard of deferred payment. And money is money has store of value function, and money has a medium of exchange function. But the most important one, according to the classical theory, money has the prime function, or it has only one function, that is a medium of exchange function. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിലെ ഇൻകൺവീനിയൻസസ് ഒഴിവാക്കാൻ വന്ന ഒരു ടൂളാണ് മണി എന്നാണ് ക്ലാസിക്കൽ തിയറി പറഞ്ഞത്. 1776 തൊട്ട് 1936 വരെ ലോകത്തിൽ നിന്നിരുന്ന ഇക്കണോമിക് ഫിലോസഫി ആയിരുന്ന ക്ലാസിക്കൽ തിയറി മണിയുടെ ആദ്യ കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു തിയറിയാണല്ലോ. മണി ഇക്കോണമി വന്ന ആ ആദ്യ കാലഘട്ടത്തിൽ വന്ന തിയറിയാണ് ഏത്, ക്ലാസിക്കൽ തിയറി. അവർ മണിയെക്കുറിച്ച് നമ്മളിപ്പം ബിറ്റ്കോയിനെ എങ്ങനെ കാണുന്നോ അതുപോലെ ആയിരിക്കും അവർ ക്ലാസിക്കൽ തിയറി ആരെ കണ്ടത്, മണിയെ കണ്ടത്. കാരണം അന്നത്തെ കാലത്ത് മെറ്റാലിക് സ്റ്റാൻഡേർഡിൽ നിന്ന് പേപ്പർ കറൻസിയിലേക്ക് പോയി ആളുകളെല്ലാം മണി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് നിലവിലിരുന്ന ആ കാലഘട്ടത്തിൽ മണി ഒരു ലക്ഷറി ഗുഡ് പോലെ, ഒരു ഫാഷൻ പ്രോഡക്റ്റ് പോലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മണി എന്തായിരുന്നു, മണിക്കൊരു ഫംഗ്ഷനുള്ളൂ. എന്താണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ. ഒരു സാധനം കൊടുത്തിട്ട് വേറെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് ഏത്, മണി എന്ന് ക്ലാസിക്കൽ തിയറി. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കാം. ക്ലാസിക്കൽ തിയറി മണിയുടെ റോൾ എന്തായിരുന്നു. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എവിടെയെങ്കിലും നോക്കുവാണേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ എവിടെയെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നല്ലോ. നമുക്ക് റിബൺ ഒന്ന് എടുത്ത് നോക്കാം. റിബണ് ഷോ റിബൺ കൊടുത്ത് നോക്കാം. ഷോ റിബൺ ഷോ കമാൻഡ്സ്
അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ ഒന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ നോക്കണേ. ഇങ്ങനെ പോയാൽ പറ്റും, എല്ലാം അൺഡു ചെയ്ത് പോകുമ്പോൾ പറ്റും. ഭയങ്കര കോമഡി. എല്ലാം കൂടെ ഒരുമിച്ച് അൺഡു ചെയ്യാന്ന് പറയുമ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, എന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അന്നേരം ഒന്നുകൂടെ ഷോൾഡർ റിബൺ കൊടുത്തിട്ട് എന്നാലും പറ്റുന്നില്ല. ഹോം എടുത്തിട്ട് പറ്റുന്നില്ല, പോട്ടെ. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. ഞാൻ ഒന്ന് വേഡിലിരുന്ന് നോക്കിയോളാം എന്നാ ചെയ്യേണ്ടതെന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ PDF ആയിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ PDF അല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ക്ലാസിക്കൽ തിയറി എന്തേ ഉള്ളൂ, മീഡിയം എഫിഷ്യൻസി ഫംഗ്ഷനെ മണിക്കുള്ളൂ. സിൻസ് മണി ഹാസ് ദ only റോൾ ഓഫ് അവോയ്ഡിങ് ദി ഓക്വേർഡ്നെസ് ഓഫ് വാട്ടറിൻ്റെ ഓക്വേർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാളയെ കൊടുത്തിട്ട് നെല്ല് മേടിക്കുക അല്ലേ? ഒരു കാളെ കൊടുത്ത് എന്തോരം നെല്ല് മേടിക്കേണ്ടി വരും. നമുക്കൊരു കോളെ കൊടുക്കാണ്ട് 10 കിലോ നെല്ല് മതിയെങ്കിൽ നമ്മൾ അവിടെ ബുദ്ധിമുട്ടിപ്പോവും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ മണിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ്സാണ്. സോറി, ബാട്ടർ സിസ്റ്റത്തിന് ഭയങ്കര ഓക്വേർഡ്നെസ്സാണ്. നമ്മൾ വിൽക്കാൻ കൊടുക്കുന്ന സാധനം, വിൽക്കാൻ ചെല്ലുന്ന ഉദ്ദേശിക്കുന്ന സാധനം മേടിക്കാനുള്ള ആൾക്കാർ വേണം. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ എന്ത് ചെയ്യണം? നമ്മുടെ എന്തെങ്കിലും നമ്മളൊരു പോത്തിനെ വിൽക്കുകയാണെങ്കിൽ ആ പോത്തിനെ മേടിക്കണം. അപ്പോൾ ആ രീതിയിൽ ഓക്വേർഡ്നെസ് ഭയങ്കരമായി. മണി എന്ത് ചെയ്യുന്നറിയാം? മണി ഈ ഓക്വേർഡ്നെസ്സൊക്കെ ഒഴിവാക്കി മണിക്ക് ചോദിച്ച് നമ്മൾ ഒരു പോത്തിനെ കൊടുക്കുകയാണെങ്കിൽ പോത്തിൻ്റെ പൈസ മേടിച്ചിട്ട് അതിലൊരിച്ചിരി പൈസ കൊടുത്തിട്ട് നമുക്ക് നെല്ല് മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ന് മേടിക്കാൻ പറ്റുന്ന, നാളെ മേടിക്കാൻ പറ്റുന്ന, കുറച്ച് മാത്രം മേടിക്കാൻ പറ്റുന്ന ആ രീതിയിലേക്ക് മണി ഭയങ്കര കൺവീനിയൻ്റ് ആയി തീർന്നു. നമ്മുടെ എക്സ്ചേഞ്ചിനെ ഭയങ്കര കൺവീനിയൻസ് ആക്കി തീർന്നു, അത് കൺവീനിയൻ്റ് ആക്കി തീർത്തു എന്നുള്ളതാണ് ഈ മണിയുടെ പ്രത്യേകത. അതിൻ്റെ കോണ്ടക്സ്റ്റിലാണ് ഇവർ പറയുന്നത് മണി അവോയ്ഡ്സ് ദ ഓക്വേർഡ്നെസ് ഓഫ് വാട്ടർ, ഇറ്റ് കനോട്ട് ഇൻഫ്ലുവൻസ് റിയൽ എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ പറയുന്നത് എന്താണ്? മണി ഈസ് ന്യൂട്രൽ. അപ്പം ന്യൂട്രലാണ്. ഒരു റിയൽ എക്കണോമിക് ആക്ടിവിറ്റിയെ കൂട്ടാനോ കുറയ്ക്കാനോ എംപ്ലോയ്മെൻറ്റിനെ കൂട്ടാനോ ഔട്ട്പുട്ടിനെ കൂട്ടാനോ ഒന്നും മണിക്ക് പറ്റില്ല. സോ മണി ഈസ് ന്യൂട്രൽ ഇൻ ദി ക്ലാസിക്കൽ സെൻസ്. എന്താണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് നമ്മൾ പിന്നീട് കാണും. ദെൻ ദിസ് ഈസ് എ ഡയഗ്രാം വിച്ച് യു ആർ വെരി മച്ച് ഫാമിലിയർ. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡയഗ്രാം കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുന്നത് വെൻ യു ആർ ഇൻക്രീസിങ് ദി മണി സപ്ലൈ ഇതാണ് മണി സപ്ലൈ. This is the relationship between money supply and the price level. Here it is the price level, here it is the quantity of money or the money supply. When you increase, doubles the quantity of money, you double the quantity of money, the price level also will be doubled. So this distance, this distance is same as this distance. That means when you are increasing the money supply by 100%, you will increase there is an increase in the price level by 100%. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി തിയറി പറയുന്നത്. ക്വാണ്ടിറ്റി തിയറി പറയുന്ന സജഷൻ ഇത്രേ ഉള്ളൂ. ദർ ഈസ് ഇക്യു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ദാറ്റ്? ദർ ഈസ് ഇക്യു പ്രൊപ്പോർഷണൽ റിലേഷൻ between money supply and the general price level, or the quantity of money and the general price level. അപ്പോൾ ജനറൽ പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇക്യു പ്രൊപ്പോർഷണാലിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വിചാരിക്കാം എന്താണ്, നമ്മുടെ നാട്ടിൽ നമ്മളെ ഇക്കണോമിക് സിസ്റ്റത്തിൽ റൈസ് മാത്രമേ ഉള്ളൂ, വേറൊരു സാധനവും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വേറെ സാധനവും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, റൈസ് മാത്രമുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ അവിടെ നമ്മൾ 10 കിലോഗ്രാം റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 10 കിലോഗ്രാമാണ്, 10 കിലോഗ്രാം റൈസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 500 രൂപ മണി സപ്ലൈ ഉണ്ട് അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം റൈസിൻ്റെ വില എത്രയായിരിക്കും? 500 / 10 എത്രയാണ്? 50 രൂപ. നമ്മൾ കാരണം വേറൊരു സാധനം മേടിക്കാൻ നമ്മൾ ഈ 500 രൂപയുടെ മണി സപ്ലൈ ഉപയോഗിക്കുന്നില്ല, റൈസ് മാത്രം മേടിക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം റൈസിൻ്റെ വില എത്രയാണ്? 50 രൂപ. ഇനി നമ്മൾ വിചാരിക്കുക നമ്മൾ മണി സപ്ലൈ കൂട്ടുക, എത്ര? 100% ഉണ്ട്. അപ്പോൾ മണി സപ്ലൈ എത്രയാവും? 1000 അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം റൈസിൻ്റെ വില എത്രയാവും? 500 രൂപയോ? സോറി, എത്രയാവും? 100 രൂപയോ? 300 രൂപയല്ല, 100 രൂപ. കണക്ക് മാറിപ്പോയല്ലോ. കാരണം അന്നേരം 10 കിലോഗ്രാം റൈസ് മാത്രമേ ഇക്കോണമിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഒരു സെക്കൻഡേ, പിന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്നാ പറയുക, അതായത് ഇപ്പോൾ മണി സപ്ലൈ ഡബിൾ ചെയ്തപ്പം
മണി സപ്ലൈ നമ്മൾ എത്ര 1000 രൂപയിലേക്ക്, റൈസിൻ്റെ വില ഡബിൾ ചെയ്തു എങ്ങോട്ട് 100 രൂപയിലേക്ക്, ശരിയല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, എത്രമാത്രം കണ്ട് മണി സപ്ലൈ കൂട്ടിയോ അത്രമാത്രം കണ്ട് പ്രൈസ് ലെവൽ കൂടും, എത്ര പ്രൊപ്പോർഷൻ കണ്ട് മണി സപ്ലൈ കൂട്ടിയോ അത്ര പ്രൊപ്പോർഷൻ കണ്ട് പ്രൈസ് ലെവൽ കൂടും. സോ ദർ ഈസ് EQ proportional relationship. What type of relationship between these two? EQ proportional relationship between the quantity of money and the general price level. Okay, so whatever money supply you are increased, it will be reflected in the price level and not in anything else. Okay, this is what the quantitative theory money says. And according to the quantitative theory, the line that shows the relationship between the quantity of money and the price level, it will have a 45-degree angle that shows an EQ proportional relation between these two variables. Okay, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് മണി ഇരട്ടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 100% കൊണ്ട് കൂട്ടുകയാണെങ്കിൽ പ്രൈസ് ലെവൽ 100% കൂടും, ക്വാണ്ടിറ്റി ഓഫ് മണി നമ്മൾ 200% കൂട്ടുകയാണെങ്കിൽ പ്രൈസ് ലെവൽ 200% കൂടും. സോ ദർ ഈസ് EQ proportionality. This EQ proportionality also support the view that there is dichotomy between quantity of money and the general price level. Okay, അപ്പോൾ ഈ ഡൈക്കോട്ടമി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ക്വാണ്ടിറ്റി തിയറി എസ്റ്റാബ്ലിഷ് ദാറ്റ് മണി സപ്ലൈ ഡസൻറ്റ് ഹാവ് എനി ഔട്ട്പുട്ട് എഫക്റ്റ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഔട്ട്പുട്ട് എഫക്റ്റ്. When you are increasing the money supply, you know what happens is that the output will increase. The output effect will be 0. The price effect will be 100. Okay, so output effect will be 0 and the price effect will be 100. കാണാൻ പറ്റുന്നുണ്ടോ? When you are increasing the money supply, it will have two effects, an output effect which has a value of 0 and a price effect, price level effect, which has a value of 100. Okay, so this is what the classical theory says, because whatever increase in money supply has it is reflected in the price level. It will not bring any changes in output. And how it will happen, we will see through this box. Okay, when you increases the money supply, okay, the price level will increase. How much? പ്രൊപ്പോർഷണേറ്റ്ലി. എങ്ങനെയാണ്? പ്രൊപ്പോർഷണേറ്റ്ലി, ആനുപാതികമായിട്ട്. എന്തിനോട് ആനുപാതികമായിട്ട്? പ്രൊപ്പോർഷണേറ്റായിട്ട് എത്രമാത്രം മണി സപ്ലൈ കൂടിയോ അതിനനുസരിച്ച് പ്രൈസ് ലെവൽ കൂടും. ഇനി അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പീപ്പിൾ വിൽ ഡിമാൻഡ് ആൻ ഇൻക്രീസ് ഇൻ ദി നോമിനൽ വേജ് റേറ്റ്. ഓക്കെ, ഹൗ മച്ച് ഇൻ നോമിനൽ വേജ് റേറ്റ്? വാട്ട് ഈസ് നോമിനൽ വേജ് റേറ്റ്? W. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അരിയുടെ വില നമ്മൾ കൂടുക, നമ്മളിങ്ങനെ ലേബറിനെയും കൂടെ കൂട്ടുന്ന ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തിൽ അരിയുടെ വില 50 രൂപയിൽ നിന്ന് 100 രൂപയോട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂലി 1000 രൂപയിൽ നിന്ന് എത്രയിലോട്ട് കൂട്ടും? 2000 രൂപയിലേക്ക് കൂട്ടും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ റൈസ് മാത്രമല്ല, ഇവിടെ നമ്മളൊരു ലേബർ മാർക്കറ്റും കൂടെ ഉണ്ട്. ഗുഡ്സ് മാർക്കറ്റ് മാത്രമല്ല, റൈസിൻ്റെ ഗുഡ്സ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റ് നമ്മളെ എംപ്ലോയ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നവരാ. നമ്മൾ അന്നേരം വേജ് റേറ്റ് ഡിമാൻഡ് ചെയ്യും. നമ്മൾ പറയും എന്ത് കൂട്ടണം, ഞങ്ങളുടെ പ്രൈസ് ലെവൽ ഡബിളായി, അപ്പോൾ ഞങ്ങളുടെ ജീവിത നിലവാരവും അതുപോലെ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടി വേജ് റേറ്റ് തരണം. അപ്പോൾ എന്ത് വേജ് റേറ്റ്? മണി വേജ് റേറ്റ്. അത് എത്രമാത്രം കൂട്ടണം? 100% കൂട്ടണം. കാരണം എന്താ? പ്രൈസ് ലെവൽ 100% കൂടിക്കഴിഞ്ഞാൽ വേജ് റേറ്റും 100% കൂടണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂലി 1000 രൂപ ആയിരുന്നത് ഞങ്ങൾ എത്രയിലേക്ക് കൂട്ടിത്തരണം? 2000 രൂപ. So proportionately money wage rate increases. That means the real wage remains constant. മനസ്സിലായല്ലോ? എത്രമാത്രമാണ് പ്രൈസ് ലെവൽ കൂടിയത് അത്രമാത്രം കണ്ട് എന്തുകൂടി? വേജ് റേറ്റും കൂടി. എത്രമാത്രം കണ്ട് പ്രൈസ് ലെവൽ കൂടിയോ അത്രമാത്രം കണ്ട് വേജ് റേറ്റും കൂടി. സോ റിയൽ വേജ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ? സോ ദ റിയൽ വേജ് റേറ്റ് remains constant because the nominal wage rate has been increased or changed in accordance with in the same proportion as the changes in what? price level കൂടിയ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത അതേ പ്രൊപ്പോർഷൻ എന്ത് കൂടി? നോമിനൽ വേജ് റേറ്റും കൂടി. അത് ഫലമായിട്ട് എന്ത് സംഭവിച്ചു? റിയൽ വേജ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. സോ ദിസ് ഈസ് വാട്ട് ദ ക്ലാസിക്കൽ തിയറി സേസ്. ആൻഡ് വെൻ റിയൽ വേജ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? വേജ് റേറ്റ് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല, വേജ് റേറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് വേജ് റേറ്റ് കുറഞ്ഞാലാണ് W/P കുറഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? കൂടുതൽ ആൾക്കാരെ എംപ്ലോയ്മെൻറ്റ് കൂടും. W/P കുറഞ്ഞ റിയൽ വേജ് റേറ്റ് കുറഞ്ഞ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് വയ്ക്കും. അപ്പോൾ എന്ത് കൂടും? എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻകം കൂടും, അല്ലേ? ആ എംപ്ലോയ്മെൻറ്റ് കൂടും, ഔട്ട്പുട്ട് കൂടും,
കാരണം കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൂടുമല്ലോ, ഔട്ട്പുട്ട് കൂടും, ഇൻകം കൂടും, റിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും കൂടും. പക്ഷേ അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. ഇവിടെ റിയൽ വേജ് റേറ്റ് കൂടിയില്ല. ഇവിടെ റിയൽ വേജ് റേറ്റ് എന്താ, കോൺസ്റ്റൻ്റ്. മനസ്സിലായല്ലോ, റിയൽ വേജ് റേറ്റ്. അതുകൊണ്ട് ഇൻകം സെയിം ആയിരിക്കും, ഔട്ട്പുട്ട് സെയിം ആയിരിക്കും, എംപ്ലോയ്മെൻറ്റ് സെയിം ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. ബിക്കോസ് നോമിനൽ വേജ് റേറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഇൻ ദി സെയിം പ്രൊപ്പോർഷൻ ടു ദി ചേഞ്ചസ് ഇൻ വൺ പ്രൈസ് ലെവൽ. So this is the reason for dichotomy, and this is the working of the classical dichotomy, that as a result of an increase in or a change in the nominal wage rate, change in nominal variables like money supply or in the price level, ultimately it never brings any changes or what we get any influence on the real variables like income, output, employment, etc. So this is called the classical concept of dichotomy between what we can say the real variable and the nominal variables. The above figure brings the relation between money supply and the price level. All increased money supply directly influence the price. There is equal proportional relation between the quantity of money and the price level. The increased money supply brings an equally proportional increase in price level. So as a result of the increase in price level, laborers will demand proportionally higher nominal wage rate. This means the real wage rate remains constant. Since wage rate has not come down, employment will not increase, production will not go up. Hence, as a result of the increase in money supply, there will not be any change in real variables like employment and output. So this is basically the classical concept of dichotomy. ഇനി നമ്മൾ ക്ലാസിക്കൽ തിയറിയുടെ ഒത്തിരി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതായത് എംപ്ലോയ്മെൻറ്റ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഓട്ടോമാറ്റിക് വർക്കിംഗ് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈക്കോട്ടമി ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. പിന്നെ അഡീഷണൽ ഇതല്ലാതെ കുറേ ഫീച്ചേഴ്സും കൂടെ ജസ്റ്റ് നമുക്ക് നോടിച്ചിട്ട് നോക്കാം. എന്താണ് അതർ ഫീച്ചേഴ്സ്? ദർ ആർ സെവറൽ അതർ അസോസിയേറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ തിയറി. Some of them are following. The classical rate of interest is known as a real theory. Okay, rate of interest theory. നമ്മൾ പറഞ്ഞല്ലോ, അത് ക്ലാസിക്കൽ തിയറിക്കകത്ത് സേവിങ്സ് റിയലാണ് അല്ലേ? ഇറ്റ്സ് റിയൽ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന പൈസയാണ്, അത് നോമിനലാന്ന് പറയാൻ പറ്റുമോ? അത് റിയലാണ്. ക്ലാസിക്കൽ തിയറി ഇൻവെസ്റ്റ്മെൻറ്റ് റിയലാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രതിഫലം കിട്ടും, എന്തായിട്ട്, പ്രോഫിറ്റായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ പ്രൊഡക്റ്റീവാണ്. സോ ദർ ആർ റീസൺ വൈ ദ ക്ലാസിക്കൽ സേസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പ്രൊഡക്റ്റീവ്, അല്ലെങ്കിൽ സേവിങ്സ് ഈസ് പ്രൊഡക്റ്റീവ്. ആൻഡ് ഇക്വിലിബ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ബ്രിങ്സ് ദിസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ്, ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഓൾസോ ഇസ് റിയൽ. അപ്പം സേവിങ്സ് റിയലാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിയലാണ്, അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങനെ ആയിരിക്കും, റിയൽ ആയിരിക്കും. അതുകൊണ്ട് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ റിയൽ തിയറി എന്ന് വിളിക്കും. ദേ അഡ്വക്കേറ്റ് ദാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എ റിയൽ ഫിനോമിനൻ. ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ബിലീവ് ദാറ്റ് മണി ഹാസ് ഓൺലി മീഡിയം എക്സ്ചേഞ്ച് ഫംഗ്ഷൻ, ഓർ ഇൻ അതർ വേർഡ്സ് ദർ ഇസ് നോ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ മണി. അക്കോർഡിംഗ് ടു ദം മണി ഈസ് ന്യൂട്രൽ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ, കെയ്ൻസാണ് ആദ്യമായിട്ട് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. എവിടെ? നമ്മൾ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി നമ്മൾ മണി എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. മനസ്സിലായിരുന്നു. എന്നിട്ട് ബോണ്ട് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മേടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കെയ്നീഷ്യൻ കോൺസെപ്റ്റിൽ എന്താണ്, മണിക്കൊരു സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ. ഇവിടെ ക്ലാസിക്കൽ തിയറി പറഞ്ഞു മണിക്ക് ഒറ്റ ഫംഗ്ഷനുള്ളൂ, മീഡിയം എക്സ്ചേഞ്ച് ഫംഗ്ഷൻ. മണി ഹാസ് നോ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ക്ലാസിക്കൽ തിയറി ഇസ് എ സപ്ലൈ സൈഡ് തിയറി. സപ്ലൈ ആണ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇസ് ഓൺ ഡിമാൻഡ്. സപ്ലൈക്കാണ് കൂടുതൽ പ്രാധാന്യം. സപ്ലൈ നടത്തുമ്പോൾ എന്ത് എംപ്ലോയ്മെൻറ്റ് വരുന്നു, സപ്ലൈ വരുത്തുമ്പോൾ ഇൻകം കൂടുന്നു, സപ്ലൈ കൂടുതൽ നടത്തുമ്പോൾ പ്രൊഡക്ഷൻ വരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് ആണ് അവരുടെ. ഹിയർ ദി ക്ലാസിക്കൽ ഇക്കോണമിക്സ് were mainly concerned about supply. For them, demand factors doesn't matter much. ഓക്കെ, അപ്പോൾ ഡിമാൻഡിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു ക്ലാസിക്കൽ തിയറി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ തിയറിയെക്കുറിച്ചുള്ള ബേസിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണേണ്ടത് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട്? ഇതിന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു UG ലെവലിലൊന്നും അങ്ങനെ നിങ്ങൾക്കല്ലാതെ തന്നെ അറിയാം. നമ്മൾ ക്ലാസ്സിൽ എടുത്തതും കൂടിയാണ്. ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ടോട്ടൽ പ്രൊഡക്റ്റർ, മാർജിൻ പ്രൊഡക്റ്റർ എല്ലാം നമ്മൾ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ സ്പീഡിൽ മാത്രം എന്ന് പറഞ്ഞുതരാം. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഈസ് ബേസിക്കലി എ ഫുൾ എംപ്ലോയ്മെൻറ്റ് തിയറി. ആസ് ദി അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എപ്പോഴും എന്ത് കാണും? ഫുൾ എംപ്ലോയ്മെൻറ്റ് ആണ്. ദിസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് ഇൻഷുർഡ് വിത്ത് ഇക്വലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, employment and real wages and a real rate of interest. Real rate of interest. Okay, according to the classical theory, the equilibrium aggregate output and employment are determined from the aggregate production function, labor demand and supply schedules. നമ്മൾ production function ആണോ? Y is a function of K, T, N. K and T are constant, whereas employment is changing.
or labor is changing. നമ്മൾ പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ ഷോർട്ട് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, ടി ഷോർട്ട് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, എൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പറഞ്ഞു എൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് എങ്ങനെ കൂടുന്നു, ഇത്ര കണ്ടുകൂടുന്നു, ഇത്ര കണ്ടുകൂടുന്നു, ഇത്രയും കണ്ടുകൂടുന്നു, ഇത്രയും കണ്ടുകൂടുന്നു, ഇവിടെ വരുമ്പോൾ മാക്സിമം ആകുന്നു, പിന്നെയും കൂടുതൽ തൊഴിലാളികളെ അപ്പോയിൻമെൻറ്റ് ത്രൂ എംപ്ലോയ്മെൻറ്റ് കുറയുന്നു, ഔട്ട്പുട്ട് കുറയുന്നു. സോ ദി total productive curve is declining. This is what we saw in the previous classes. നമ്മൾ കണ്ടല്ലേ, ശരിയല്ലേ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലാസ്, ദിസ് ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ചേഞ്ചസ് വിത്ത് വേരിയേഷൻ ഓഫ് ലേബർ ഫോഴ്സ്. ഇതാണ് ലേബർ ഇങ്ങനെ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ് 4 യൂണിറ്റ് എക്സെട്ര ലൈക്ക് ദാറ്റ്. വെൻ ഇറ്റ് റീച്ചസ് അറ്റ് ദിസ് ലെവൽ ദി ഔട്ട്പുട്ട് becomes മാക്സിമം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന് 3 സ്റ്റേജസ് ഉണ്ട്. എ സ്റ്റേജ് ഓഫ് വാട്ട് വി ക്യാൻ സേ വേർ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് പോസിറ്റീവ്, വേർ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് നെഗറ്റീവ്, സീറോ വേർ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഹിയർ MB is positive, here MB is 0, here MB is what we can say negative. So these are the 3 stages. നമ്മൾ ശരിക്കും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം തന്നെയാണിത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇങ്ങനെയാണ്. ഇവിടെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്, എൻ്റെ വരയുടെ കേട്ടോ, ഇവിടെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്. ഇതുവരെ TP increases at an increasing rate, ഇതുവരെ TP increases at a decreasing rate. ഇവിടെ TP reaches maximum, TP reaches maximum. Here TP decreases. So these are the different stages. Stage of increasing returns, stage of diminishing returns, stage of negative returns. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക റിപ്ലിക്കാണ് നമുക്ക് വന്നിപ്പോൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചാൽ മാർജിൻ പ്രൊഡക്റ്റ് എപ്പോഴാണ് 0 ആകുന്നത്, മാർജിൻ പ്രൊഡക്റ്റ് എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്, മാർജിൻ പ്രൊഡക്റ്റ് ത്രൂ ഔട്ട് TP ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിൻ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, മാർജിൻ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി ഡിക്ലൈൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ അപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് വാട്ട് ലേബർ. അതുകൊണ്ട് എന്താ MBL എന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് വി ആർ ഇൻക്രീസിങ് ലേബർ ഓൺലി. When we are increasing labor only, what happens to the output? Anything that happens to the output is as a result of the change in level of employment. അങ്ങനെയാണെങ്കിൽ ആ ഔട്ട്പുട്ട് കൂടിയതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടി വരും? ലേബറിന് കൊടുക്കേണ്ടി വരും. ലേബർ എന്തോ ചെയ്യുന്നു? ലേബർ നമ്മൾ ചേഞ്ച് ചെയ്തു. ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലേബറിന് ഒരു മാർജിൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് ഇവിടെ ഒരു മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഉണ്ടായിരിക്കും. സോ വി ആർ ഡിറൈവിങ് ദിസ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഔട്ട് ഓഫ് ദിസ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്. അല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്ടത്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടി ആ ക്ലാസ്സിൽ നിന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഡയഗ്രാം ഹിയർ എക്സ്പ്ലെയിൻ ദി ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ is shown in the first part of diagrams. In the second part you are having what we can say marginal product of labor, employment അവിടെ ഉണ്ട്. The short period demand for labor is a marginal physical product of labor. The MBL is derived from the production function. നമ്മൾ MBL വരച്ചല്ലോ, നമുക്ക് കിട്ടിയല്ലോ. എവിടെ നിന്ന് കിട്ടി? ഇത് ഈ ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് MBL കിട്ടിയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരെല്ലാവരും, വരാത്തവരെ സംബന്ധിച്ചോളം ഒന്ന് എന്നോട് സംശയം ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാനുള്ളൂ, അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചോളം അയാൾ എന്ത് ചെയ്യുന്ന അറിയാം, അയാളുടെ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് WBP. സിമിലർലി സപ്ലൈ ഓഫ് ലേബർ വിൽ ബി ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് പാർട്ട് WBP. ആളുകൾ ലേബർ കൊടുക്കുന്നത് എത്രമാത്രം റിയൽ വേജ് റേറ്റ് ഉണ്ടെന്നനുസരിച്ചാണ്, അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യാൻ തയ്യാറാണ് ആളുകൾ. ഇൻഡസ്ട്രീസ് ലേബർ ഡിമാൻഡ് ചെയ്യുന്നത് എത്രമാത്രം റിയൽ വേജ് റേറ്റ് ഉണ്ടെന്നനുസരിച്ചാണ്. ഈ റിയൽ വേജ് റേറ്റ് കുറവാണെങ്കിൽ കൂടുതൽ ആൾക്കാർ എംപ്ലോയിക്കും, കൂടുതലാണെങ്കിൽ കുറച്ച് ആൾക്കാർ എംപ്ലോയിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയുടെ ആംഗിൾ എങ്ങനെയായിരിക്കും അതിലൊരു പ്രോഫിറ്റ് മാക്സിമം ചെയ്യുന്നത്? എത്രമാത്രമാണോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഉള്ളത് അതിനനുസരിച്ച് ഡബിൾ റിയൽ വേജ് റേറ്റ് കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ ഇതാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇത് നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് കർവ് ഓഫ് ലേബർ കിട്ടും. ശരിയല്ലേ? ഇത് നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് കർവ്. ഇതെന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഈ ഭാഗം നമ്മൾ വേണ്ട നോക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മാർജിനൽ ഡിമാൻഡ് ഫോർ ലേബർ കിട്ടും. അപ്പോൾ എത്രമാത്രം വേജ് കൊടുക്കും? എത്രമാത്രമാണോ MPP അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കും? ഒരു WBP കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? എത്രമാത്രമാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ അതിനനുസരിച്ച് ഒരു തൊഴിലാളി, ഏറ്റവും സ്ഥാനത്തെ തൊഴിലാളി എത്രമാത്രം ഔട്ട്പുട്ട് കൊണ്ടുവന്നോ ആ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ അനുസരിച്ച് എല്ലാ തൊഴിലാളികൾക്കും എന്ത് കൊടുക്കും? WBP കൊടുക്കും. എന്താണ് WBP? WBP is real wage rate. So the industrialist or the business entity who is going to maximize his profit will be equating his real wage rate. The real wage rate is willing to give to the employees to the marginal product of labor.
മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇത്രയാണെന്ന് വിചാരിക്കും. ഇത്രയും കണ്ട എല്ലാവർക്കും എന്ത് കൊടുക്കും? വേജ് റേറ്റ് കൊടുക്കും. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ തിയറിയിൽ എന്ത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ. ഹി വിൽ ബി ഈക്വേറ്റിംഗ് ഹിസ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ വിത്ത് real wage rate. Okay, with the real wage rate. So W by P is the real wage rate. MBL is what? Margin product of labor. The firm will hire up to the point where the additional output obtained by hiring more worker. That means MBL, that means the output obtained or secured or given by the last unit of labor or the laborer is just equal to the real wage rate paid to hire that worker as well as the entire worker. So this is the equilibrium condition, and here we can have a composite diagram. This is the production function. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച ഡയഗ്രാം അങ്ങോട്ടേക്കൊക്കെ മാറിപ്പോട്ടോ. ഈ ലൈൻ ഇങ്ങനെ മുകളിലോട്ട് വരേണ്ടി അതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ? അതങ്ങനെ ഇട്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് വട്ടം വരച്ചു തരാം. ഇത് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിലാണ് വരയ്ക്കുന്നത്. ഇല്ലസ്ട്രേറ്റർ പഠിച്ചപ്പോൾ ഞാൻ വരച്ച ഡയഗ്രാം ഇത് വരച്ചിട്ട് ഡയഗ്രാം ഇങ്ങനെ വരച്ചിട്ടേ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരുമിച്ച് വരുമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല, വേടി വെറുതെ കിടന്നു പോയാൽ. അപ്പോൾ ഈ ഡയഗ്രാം ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഔട്ട്പുട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ഹാർട്ട്. സോറി ഉണ്ടായിരുന്നു, മുന്നോട്ട് പോയി അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കിട്ടും. അത് നമുക്ക് എന്ത് കിട്ടും? കണ്ടോ, ഡിമാൻഡ് ഫോർ ലേബർ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സ് വരയ്ക്കേണ്ടത്? അല്ലെങ്കിൽ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ജോലിയൊക്കെ കിട്ടി കോളേജിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മൾ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കർവ് കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു ഡിമാൻഡ് കർവ് ഓഫ് ലേബർ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഈ MBL എന്ത് തന്നെയായിരിക്കും? എന്തായിരിക്കും? ഇവിടെ എംപ്ലോയ്മെൻ്റ് ആവട്ടോ, എംപ്ലോയ്മെൻറ്റാണ്. എൻ്റെ അടുത്ത് എംപ്ലോയ്മെൻറ്റ് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ നോക്കിയാൽ. അപ്പോൾ നമ്മൾ MBL എന്തിനോട് തുല്യമായിരിക്കും? W by P യോട് തുല്യമായിരിക്കും. സോ ദി വേജ് റേറ്റ് ദാറ്റ് ദി employer would like to give to the employer will be equal to margin product of labor. ഇങ്ങനെയാണ് ഡിമാൻഡ് ഫോർ ലേബർ നമുക്ക് ഡിറൈവ് ചെയ്യുന്നത്. എവിടുന്ന് ഡിമാൻഡ് ഫോർ ലേബർ നമുക്ക് ഡിറൈവ് ചെയ്യാം? നമുക്ക് ഡിമാൻഡ് ഫോർ ലേബർ നമുക്ക് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബറിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഈ 3 പാർട്ട് ഡയഗ്രാം നിങ്ങൾ ഓർക്കുമല്ലോ. ഡിമാൻഡ് ഫോർ ലേബർ നമുക്ക് കിട്ടി ഉണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടിയത്? ഇത് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. പിന്നെ അങ്ങനെ ആ കർവിൽ നിന്ന് അതെന്തിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും? ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് W by P. There is inverse relation between demand for labor and the real wage rate. This is the real wage rate. This is the demand for labor. മനസ്സിലായല്ലോ. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? W by P ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെയായിരിക്കും? <0 എന്ന് പറഞ്ഞാൽ W by P കൂടുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ കുറഞ്ഞു പോകും അല്ലേ? എന്ന് പറഞ്ഞാൽ വേജ് റേറ്റ് കൂടുകയാണെങ്കിൽ എംപ്ലോയേഴ്സ് ഫേംസ് കുറച്ച് ലേബറേ മേടിക്കുകയുള്ളൂ. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓർ ദാറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് എന്ന് പറയാൻ എന്താ? ഉണ്ടോ അവിടെ? എന്താണ്? ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടേക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെ മാറ്റിയിട്ട് ഓക്കെ, ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ ഇവിടെ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു പോകും. നിങ്ങൾക്ക് കാണാനും പറ്റിയില്ല. മൊബൈലാകുമ്പം ചെറിയ സ്ക്രീനല്ലേ. ഓക്കെ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. വേണ്ടേ, അങ്ങനെ വേണ്ട, എല്ലാം ഡിലീറ്റ് ആക്കി. ഒരു സെക്കൻഡ്. കുഴപ്പമില്ല, ഇപ്പം സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ലേബർ ഡ്യൂ ടു ചേഞ്ച് ഇൻ W by P ഈസ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ലേബർ കുറയും. എന്ത്? W by P കൂടുവാണെങ്കിൽ. മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ആ നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള നെഗറ്റീവ് ഡയഗ്രം അല്ലേ ഇവിടെ കൊടുത്തേക്ക് നോക്കി. നെഗറ്റീവ് ലൈനല്ലേ ഇവിടെ കൊടുത്തേക്ക്. ശരിയല്ലേ. ഡിമാൻഡ് ഫോർ W by P കൂടുവാണെങ്കിൽ ഇത്രയും ലേബർ ഡിമാൻഡ് ചെയ്യും. W by P ഇത്രയും കണ്ട് കുറയുവാണെങ്കിൽ ഇത്രയും ലേബർ ഡിമാൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡഡ് ആൻഡ് ദ റിയൽ വേജ് റേറ്റ്. പിടിയിട്ടില്ല. അപ്പോൾ പിന്നെ സപ്ലൈ ഓഫ് ലേബർ. ഇപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എന്താണെന്ന് നമുക്ക് പിടിയിട്ട് പിന്നെ സപ്ലൈ ഓഫ് ലേബർ നമ്മൾ കൊണ്ടുവരിക. സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ് റേറ്റ്. അപ്പോൾ അതെങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും?
പോസിറ്റീവ് ഫങ്ഷൻ ആയിരിക്കും. നമ്മളാണ് ലേബർ സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ റിയൽ വേജ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ഓഫ് ലേബറും കൂട്ടും. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും? ബന്ധം അങ്ങനെ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ചേഞ്ച് ഇൻ സപ്ലൈ ഓഫ് ലേബർ ഡ്യൂ ടു ചേഞ്ച് ഇൻ WAP വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. അല്ലേ? അതിൻ്റെ ലോജിക്ക് പിടി കിട്ടിയോ? നമ്മൾ വേജ് റേറ്റ് നമുക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ലേബർ സപ്ലൈ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഹയർ ദി വേജ് റേറ്റ്, lower the wage rate, lower will be the supply of labor. Higher the wage rate, higher will be the supply of labor. So supply of labor will be curve will be upward sloping. And here comes the equilibrium in the labor market. Equilibrium in the labor market under the classical system, where the demand for labor is a function of WAP and it is a negative function of WAP, and supply of labor is a function of WAP and it is a positive function of WAP. And when the demand for labor becomes equal to supply of labor at point E, you are having a equilibrium in the labor market with one level of employment. There is a full employment situation under classical theory, and the real wage rate becomes W by P1. Okay, or N1 level of employment and W by P1 level of what? Wage rate. So this is the classical equilibrium. This is the classical ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. കിട്ടിയല്ലോ? ഇങ്ങനെയാണ് ക്ലാസിക്കൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമുക്ക് കിട്ടുന്നത്. WAP ആണ് പ്രധാനപ്പെട്ട ഘടകം, അല്ലാതെ വെറും P അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് നോക്കാം. ദിസ് ഈസ് ദ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആൻഡ് ഹിയർ കംസ് വാട്ട് വി ക്യാൻ സേ ദ ക്ലാസിക്കൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്. ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എന്തുണ്ട്? എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എന്തുണ്ട്? വേജ് റേറ്റ് ഉണ്ട്. So the classical theory of output, employment and wage rate, and that model is complete. Okay, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എങ്ങനെ കിട്ടുന്നു, ഫംഗ്ഷൻ ഇതൊക്കെയാണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇതാണ്, ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ ലേബർ ഇതാണ്, സപ്ലൈ ഫംഗ്ഷൻ ഫോർ ലേബർ ഇതാണ്, ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയം വേജ് റേറ്റ് എന്തായിരിക്കും? WAP ആയിരിക്കും. അപ്പം സപ്ലൈ ഓഫ് ലേബർ ഈസ് ഇക്വൽ ടു ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഇക്വൽ ടു സപ്ലൈ ഓഫ് ലേബർ ആയിരിക്കുമ്പോൾ ഇക്വിലിബ്രിയം നടക്കും. അവിടെ WAP എന്ന് പറയുന്ന റിയൽ വേജ് റേറ്റ്, ഇത് WAP ആണ്. അവിടെ റിയൽ വേജ് റേറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിയൽ വേജ് റേറ്റ്. നമ്മൾ ഇൻട്രസ്റ്റ് തിയറി പിന്നീട് കാണാം. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. അപ്പോൾ ഇത് ഞാൻ എന്നാന്നറിയാം, ഞാൻ ഇന്ന് തന്നെ ഈ നോട്ട് എവിടെ ഇട്ടേക്കാം? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ട് അതിൻ്റെ ക്ലാസ് റൂം കോഡും തരാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്ന കുറച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇട്ടോളാം, അല്ലാതെ ഇന്ന് തന്നെ ഇട്ടോളാം. എന്നിട്ട് അതിൻ്റെ ലിങ്ക് അല്ല എൻ്റെ ക്ലാസ് റൂം കോഡ് ഞാൻ നമുക്ക് അയച്ചുതരാം. ഓക്കെ, സ്റ്റോപ്പ്.